അത് ഒരു സിറ്റുവേഷനിൽ അത് കൊടുത്ത് പിന്നെ നമ്മൾക്ക് തന്നെ തിരിച്ചത് വാങ്ങിച്ചു. അപ്പം അതൊരു ഭയങ്കര ഒരു ലൈഫിൽ നടന്ന വലിയൊരു എന്താ പറയണ്ട ഒരു ഭയങ്കര സംഭവമാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അത് സംഭവിക്കില്ലല്ലോ. നമ്മൾ ഒരു വീട് വെച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ച് മേടിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അത് ഇത്രയും വലിയ വീടുമൊക്കെ ഭയങ്കര നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് വെച്ചിട്ടുള്ള ഒരു വീടായിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്ത ബിസിനസ്സൊക്കെ ശരിയാകാഞ്ഞപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ അത് സെല് ചെയ്ത്. അപ്പോൾ ഒരു അമേരിക്കൻ കപ്പിളായിരുന്നു വാങ്ങിച്ചത്. പക്ഷെ അവർ അന്ന് ഇങ്ങനെ എന്നോട് പറയും, കാരണം ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടൊക്കെ ഇറങ്ങിയത്. കാരണം ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ തന്നെ കൂടെ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴൊക്കെ കുറേ നിന്നിട്ടുണ്ട്. അപ്പം ആ അങ്കിൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും മോളെ ഞങ്ങളിത് കാരണം ആ അങ്കിളുടെ വൈഫ് ഒരു അമേരിക്കനായിരുന്നു, ഫോറിനറായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് തിരിച്ചിങ്ങനെ പോകണമെന്നുള്ള ഇതായിരുന്നു. അപ്പം അങ്കിൾ അന്ന് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഞാനിത് കൊടുക്കുമ്പോൾ ഞാൻ മോളോട് ചോദിക്കും, ഫസ്റ്റ് ഇറ്റ്സ് ഫോർ യു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്തോ ദൈവാനുഗ്രഹമായിരിക്കാം, എല്ലാം മാറി നമ്മളൊരു നല്ലൊരു സിറ്റുവേഷനിലെത്തി. പിന്നെ മേടിക്കാനുള്ളൊരു കാരണം അങ്കിൾ പിന്നെ തിരിച്ചു പോകുന്നു. അപ്പം ഞങ്ങളെ തന്നെ അപ്രോച്ച് ചെയ്തു ഫസ്റ്റ്. അപ്പം ആദ്യം ഞങ്ങൾക്ക് വേണ്ടാന്നൊക്കെ ആയിരുന്നു. നമ്മളെന്തെങ്കിലും കൊടുത്തു, വേണ്ട ഇനി. അപ്പം ഞാൻ അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പം എൻ്റെ മക്കൾക്കായിരുന്നു ഭയങ്കര ആഗ്രഹം. അറ്റാച്ച്മെന്റ് അവരധികം സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു വീട്ടിൽ. അവർ ഭയങ്കര ചെറുതായിരുന്നു രണ്ടുപേരും. അപ്പം അങ്ങനെ അവരുടെ ആഗ്രഹത്തിന് ഞാൻ തിരിച്ചു വാങ്ങിച്ചതായിരുന്നു. ഈ വീട് പണിഞ്ഞിട്ട് എത്ര നാളായി? എനിക്കൊന്നൊരു 93-ലാണ്. അതെ, ഈ വീട്ടിലൂടെ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതായത് നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലിംഗ് ആണ്. അതെ, ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ശരിക്കും ഇവിടെ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാ കിട്ടുന്നതെന്ന്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും. അതെ അതെ, അതായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് എന്തോ വീടിൻ്റെ അകത്തൊരു എനിക്ക് ഭയങ്കര സന്തോഷം അതിനുള്ളിൽ ഇരിക്കുമ്പം. വന്ന് കുറച്ച് സമയം നമുക്ക് എപ്പോഴും കിട്ടാറുള്ളൂ സ്പെൻഡ് ചെയ്യുമ്പോൾ. നമ്മൾ കൂടുതലും ദുബായിലായിരുന്നു, പക്ഷെ ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചേച്ചി ദുബായിൽ ഇരിക്കുമ്പം ഈ വീട് മിസ് ചെയ്യാറുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി. പക്ഷെ ഞങ്ങൾ എല്ലാ മാസവും വരാറുമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചിയുടെ ലൈഫിൽ അടുത്ത ഇമ്പോർട്ടന്റ് സംഭവമാണ് സിനിമ. അപ്പൊ ചേച്ചിയുടെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ഓഫ് ദ ഹൗസ് ആയിരിക്കും ഇത്. അതെ 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 അതെ. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇടയ്ക്ക് ഇപ്പൊ ഈ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഉള്ള ഒത്തിരി പ്രോഗ്രാംസും. അങ്ങനെ ഇപ്പൊ ഓണമൊക്കെ ആയിട്ട് ചേച്ചിയുടെ അടുത്ത സൂപ്പർ ഹിറ്റ് സിനിമ റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്, RDX. എങ്ങനെ ഉണ്ടായിരുന്നു? RDX എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണല്ലോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ടീസർ ഇപ്പം പുറത്തിറങ്ങിയിട്ട് നമുക്ക് നല്ല റിയാക്ഷനും നല്ല റിസൾട്ട്സ് ഒക്കെ കിട്ടിയത്. എല്ലാവരും ഇഷ്ടപ്പെട്ടു. അതെ, ആ ടുടുമ്പിലായിരുന്നു നമ്മൾ. ഈ വർഷത്തെ അല്ലായിരുന്നു, അന്ന് മിന്നൽ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുന്നിൽ ടുടുമ്പിൽ